ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 6. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. വിവർത്തനം. എന്തിനെക്കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. ഭാവാർത്ഥം. മരണത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ നടക്കുന്നതെന്തെന്ന് ഇവിടെ പറയുന്നു. കൃഷ്ണസ്മരണയോടെ ശരീരം ത്യജിക്കുന്നവർ അതീന്ദ്രിയമായ ഭഗവത് പദം പോകുന്നു. മറ്റേതെങ്കിലും സ്മരണ പുലർത്തിക്കൊണ്ട് മരിക്കുന്നവർ ഈ അവസ്ഥയിലെത്തുകയില്ല. ഇത് സവിശേഷ ശ്രദ്ധയർഹിക്കുന്ന സംഗതിയാണ്. ഉചിതമായ മനോഭാവത്തോടെ മരിക്കുന്നതിനെന്തു വഴി? ഒരു മനുഷ്യനായിരുന്ന ഭരത മഹാരാജാവിന് മരണവേളയിൽ ഒരു മാൻകുട്ടിയെക്കുറിച്ചായിരുന്നു വിചാരം. തന്മൂലം അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് ഒരു മാനിൻ്റെ ശരീരം കൈക്കൊള്ളേണ്ടി വന്നു. ഒരു മാനായിട്ടുകൂടി തൻ്റെ പൂർവജന്മ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. എങ്കിലും ആ ശരീരം സ്വീകരിക്കേണ്ടതായി തന്നെ വന്നു. ഒരാളുടെ ജീവിതകാലം മുഴുവൻ സംഭരിച്ചു പോന്ന വിചാരങ്ങളാണ് മരണനിമിഷങ്ങളിലെ സ്മരണയ്ക്ക് കളമൊരുക്കുന്നത്. ആ നിലയ്ക്ക് ഈ ജന്മമാണ് അടുത്ത ജന്മത്തിന് വിത്തിടുന്നതെന്ന് ഉറയ്ക്കാം. ഈ ജന്മത്തിൽ സാത്വിക ഭാവത്തോടെ ജീവിക്കുകയും കൃഷ്ണനെ നിരന്തരം സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് അന്ത്യവേളയിലും ഭഗവത് സ്മരണയുദിക്കും. കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെ പോകുന്നതിന് അത് സഹായമായി തീരുകയും ചെയ്യും. ആധ്യാത്മികമായി ഭഗവത് സേവനത്തിൽ മുഴുകി ജീവിതം നയിച്ച ഒരാൾക്ക് അടുത്ത ജന്മത്തിൽ ഭൗതിക ദേഹമല്ല, ആധ്യാത്മിക ദേഹമായിരിക്കും ലഭിക്കുക. നിരന്തരമായ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപമത്രേ മരണവേളയിൽ ഒരാളുടെ മനോഭാവത്തെ വേണ്ടുന്ന വഴിക്ക് തിരിക്കാനുതകുന്ന ഉത്തമമായ മാർഗം. ശ്ലോകം 7. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യ ച മയ്യർപ്പിതമനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. വിവർത്തനം. അതിനാൽ അർജുന, ശ്രീകൃഷ്ണ രൂപത്തിൽ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക. അതോടൊപ്പം തൻ്റെ നിയതകർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചുമിരുന്നാൽ നീ എന്നെ പ്രാപിക്കും, സംശയമില്ല. ഭാവാർത്ഥം. അർജുനനോടുള്ള ഈ ഉപദേശം ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും പ്രസക്തമാണ്. തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മം നിറവേറ്റുന്നതിൽ നിന്ന് പിന്തിരിയാൻ ആരെയും ഭഗവാൻ പ്രേരിപ്പിക്കുന്നില്ല. ഒരാൾക്ക് ഈ പ്രവർത്തികൾ തുടരുന്നതോടൊപ്പം ഹരേ കൃഷ്ണ മന്ത്രമുച്ചരിച്ചുകൊണ്ട് ഭഗവത് സ്മരണ പുലർത്തുകയുമാവാം. ഇത് ജീവനെ ഭൗതിക കൽമഷങ്ങൾ ബാധിക്കാതിരിക്കാനും മനോബുദ്ധികളെ ഭഗവാനിൽ ഏകാഗ്രീകരിക്കാനും ഉതകും. കൃഷ്ണനാമോച്ചാരണം ഭക്തനെ പരമോത്കൃഷ്ടമായ കൃഷ്ണലോകത്തിലെത്തിക്കുന്നു എന്നതിന് സംശയമില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.